Hi friends, welcome to my channel. ഇന്ന് നമ്മൾ കിച്ചണിൽ സുഗിയൻ ഉണ്ടാക്കാം കേട്ടോ. സുഗിയനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അതിനു മുൻപ് ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് മോർണിംഗിൽ 10 മണിക്ക് നമ്മുടെ വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ സുഗിയന് വേണ്ട കാര്യങ്ങൾ എന്തെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ അതിന് വേണ്ട പണ്ടം തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചു 1/2 ഗ്ലാസ് വെള്ളം വയ്ക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര, നമ്മൾ എത്രയാണോ സുഗിയന് വേണ്ട പയറെടുക്കുന്നത് അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മെൽറ്റായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ സമയം നമ്മളിവിടെ ചെറുപയർ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അത് വേവിച്ചെടുത്ത് കുക്കറിൽ വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഞാൻ വീഡിയോയിൽ കാണിച്ച് വീഡിയോ കൂടുതൽ ലെങ്തി ആക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അതൊക്കെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഷുഗർ സിറപ്പിലേക്ക് ഏലക്കായ പൊടിച്ചത്, പഞ്ചസാര ചേർത്ത് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഏലക്കായൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഫ്ലേവർ നമ്മൾ എന്താ പറയുക, ഏലക്കായയുടെ ആ ടേസ്റ്റ് വരുന്നതൊരു പ്രത്യേക സ്വാദാണ്. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. ഇനി നമ്മൾ ആ സിറപ്പിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 1/2 കപ്പ് നാളികേരം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. വളരെ ഈസിയാണ് കേട്ടോ, നമുക്ക് സുഗിയനൊക്കെ തയ്യാറാക്കി എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് വേണ്ട കോട്ടിങ് തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദ എടുത്തു. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, അല്പം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, എന്നിട്ട് 1/2 ഗ്ലാസ് വെള്ളത്തിൽ നമുക്കൊന്ന് ചാലിച്ചെടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ തിക്കായിട്ടൊന്നും വേണ്ട കേട്ടോ, കാരണം നമുക്കൊന്ന് ഇതിലൊന്ന് മുക്കി ആ കോട്ടിങ് പോവാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു പണ്ടം മുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് ലൂസായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആ സമയം നമ്മൾ അടുപ്പിൽ നമ്മളുടെ പണ്ടം റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് പണ്ടം എന്നാട്ടോ പറയുക. അപ്പോൾ ചെറുപയറും തേങ്ങയൊക്കെ ചേർന്നുള്ള മിക്സിങ് നമ്മൾ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അടുപ്പിൽ നിന്ന് മാറ്റി ഇനി ഒരു പാന്, നമുക്കിത് പൊരിച്ചെടുക്കുന്നതിന് വേണ്ട പാൻ അടുപ്പത്ത് വെച്ചു. അത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഓയിലോ നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പണ്ടം ചൂടാറി കഴിഞ്ഞാൽ ഒന്ന് ഉരുട്ടി ഇതുപോലെ ഉണ്ടയാക്കിയിട്ട് ഇങ്ങനെ വെക്കുക കേട്ടോ. അപ്പം നമ്മളതെല്ലാം ഒന്ന് ഉരുട്ടി വെച്ചു. ഇനി ഒന്നുമില്ല, ഇനി നമ്മൾ ആ തയ്യാറാക്കിയിരിക്കുന്ന ആ ലൂസായിട്ടുള്ള, നല്ല ലൂസല്ല എങ്കിലും ആ കോട്ടിങ് പിടിക്കത്തക്ക രീതിയിൽ, കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ അതിൻ്റെ ആ മാവ് തയ്യാറാക്കിയെടുക്കുക. എന്നിട്ട് അതിൽ മുക്കുക. ആ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോന്നും നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകളൊക്കെ ഇതുപോലെ പൊരിച്ചെടുക്കുക. നമ്മളുടെ സുഗിയൻ റെഡിയായി, കണ്ടോ, അത്രയേ ഉള്ളൂ പണി. അപ്പോൾ ഇനി ഓരോ പുറവും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. എല്ലാം നമ്മളിപ്പോൾ ഈ ഒരു മാവിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആവശ്യാനുസരണം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഓരോ ഭാഗം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. നല്ല തീ കൂട്ടിയിട്ടൊന്നും വെക്കേണ്ട, പെട്ടെന്ന് ഇതിൽ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വേവിച്ചതാണ്. പിന്നെ പുറമേയുള്ള ഈ ഒരു കോട്ടിങ് മൈദയുടെ അല്ല, അത് പെട്ടെന്ന് എണ്ണയിൽ കിടന്ന് ആവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഉള്ളിലുള്ള ചെറുപയറെല്ലാം ഇങ്ങനെ നിഴലിച്ച് കാണണം. അതാണ് ആ സുഗിയൻ എന്ന് പറയുമ്പോൾ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് സുഗിയൻ. അപ്പോൾ ഈ ഒരു ഉരുളയുടെ വലുപ്പമൊക്കെ നമുക്ക് ഓരോരുത്തരുടെ കൈക്കനുസരിച്ചൊക്കെ വലുപ്പം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഇനിയൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. കൈ കൊണ്ട് തന്നെ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുക നല്ലത്. ഞാൻ ആ സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത കാരണം ആ പുറമേക്ക് ഇങ്ങനെയൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സുഗിയൻ റെഡി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കും.